ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സാലഡ് കഴിച്ചാൽ വയറും നിറയും, തടിയും കുറയും. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കും തടി കൂടുതലായിട്ട് ഈ ഡയറ്റ് ചെയ്തിട്ടും അതുപോലെ ഭക്ഷണം കഴിക്കാതെയും അങ്ങനെയൊക്കെ തടി കുറക്കണവരുണ്ട്. പക്ഷേ അത് നമ്മളെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കും. നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തടി കണ്ട് ക്ഷീണിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ കാണും ഭക്ഷണം കഴിക്കാതെയൊക്കെ തടി കുറച്ചാൽ. ഞാൻ സാലഡിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റും, അതുപോലെ ഒരു ചെറിയ സവാള, ഒരു ക്യാബേജിൻ്റെ പീസ്, അതുപോലെ ഒരു നാരങ്ങ നീര് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയറാണ്. ഈ ചെറുപയറിൻ്റെ പോഷകഗുണങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്യാരറ്റും കുക്കുംബറൊക്കെ ഈ ഒരു ചൂടത്ത് നല്ലതാണ്, ജലാംശമൊക്കെ ഉള്ളതാണ് ഈ ഒരു കുക്കുംബർ. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. തടി കുറക്കണവർക്ക് ഞാൻ പറഞ്ഞില്ലേ, രാത്രി ചോറിന് പകരമായിട്ട് ഈ ഒരു സാലഡ് കഴിക്കാം. അപ്പോൾ സാലഡിന് വേണ്ട ഐറ്റംസൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ക്യാബേജ് അരിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം, അതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് സാലഡൊക്കെ നമ്മൾ പച്ച കഴിക്കല്ലേ, അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുപോലെ സവാള ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. സാലഡിന് നമുക്ക് കഴിക്കാൻ സ്പൂണിൽ കോരി കഴിക്കാനൊക്കെ സുഖം ഈ ഒരു ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ പച്ചക്കറി എടുക്കണ പോലെ ഒരുപാട് ഉള്ളിയൊന്നും എടുക്കരുത്, ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി. അതുപോലെ ക്യാരറ്റും പിന്നെ ക്യാബേജും അതുപോലെ കുക്കുംബറൊക്കെ നമുക്ക് എത്രയും വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. ചെറിയ പീസാക്കിയാലേ നമുക്ക് കഴിക്കാനും അതൊരു സുഖം ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ പീസാക്കാതെ ആണ് കട്ട് ചെയ്യേണ്ടത്. ഈ കുക്കുംബറും അതേപോലെ ചെറിയ പീസാക്കി എടുക്കുക. ഈ ഒരു ചൂടുകാലത്ത് കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്, കണ്ണിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ്. ജലാംശം ഒരുപാട് അടങ്ങിയതാണ് ഈ കുക്കുംബർ. അപ്പോൾ ഈ ചൂടത്ത് ജ്യൂസ് അടിച്ചും എങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഞാൻ നേരത്തെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പോൾ സാലഡിന് വേണ്ടതെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് എടുക്കാം. ഇനി രാത്രി ചോറ് ഒഴിച്ച് കൂടാൻ പറ്റാത്തവർക്കൊക്കെ കുറച്ച് ചോറും ബാക്കി സാലഡും കഴിച്ചാലും നല്ലതാണ്. ഇല്ലെങ്കിൽ ചെറുപയറൊക്കെ പിന്നെ അതിൽ കൂട്ടി ചേർക്കണോണ്ട് ഈ ഒരു സാലഡ് തന്നെ മതി ഒരു നേരത്തെ ഭക്ഷണത്തിന്. അതിൻ്റെ കൂടെ ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ കുടിച്ചാലും വയറ് നിറയും. നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് രാത്രി ഭക്ഷണം വയറ് നിറയെ കഴിക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ചോറന്നെ കിട്ടണമെന്നില്ല, ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ആവിക്ക് വേവിച്ചിട്ടാണ് ഞാൻ ഈ സാലഡിൽ ചേർക്കുന്നത്. അതിന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു ഓട്ടപാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. എന്നാൽ പച്ചച്ചോയ ഒന്നും മാറി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ആവി കയറ്റിയെടുത്തത്. പച്ചക്ക് കഴിക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. ചെറുപയർ ഞാൻ ആവി കയറ്റിയിട്ടാണ് സാലഡ്ക്ക് ഉപയോഗിക്കാറ്. ഇപ്പോൾ എല്ലാം ഒരു പാത്രത്തിലാക്കണം. ഈ പാത്രത്തിൽ കൊള്ളാതെ അപ്പോൾ ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇത് കൂട്ടിയെടുത്തത്. ഇപ്പോൾ പച്ചക്കറി എല്ലാം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുപയർ ആവി കയറ്റിയതും ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കുറേ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ ഉറ്റിച്ച് കൊടുക്കാം, ഇല്ല കുറച്ചുള്ളെങ്കിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പും ഞാൻ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങക്ക് അതിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ സാലഡ് റെഡിയാക്കിയത്. പാത്രം ചെറുതായി പോയി, അരിഞ്ഞു വന്നപ്പം ഒരുപാട് പച്ചക്കറി ക്യാരറ്റും ഇതൊക്കെ ആയിപ്പോയി.
ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഈ ഐറ്റംസിലൊന്നും പിടിക്കൂല. അപ്പോൾ അത് മുകളിലൊന്ന് കുറച്ച് വിതറി കൊടുത്താൽ മതി. നാരങ്ങ നീരും കുരുമുളകും ഉപ്പും വിതറിയിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഉച്ചക്കും രാത്രിയൊക്കെ ചോറ് കഴിക്കണം എന്നുള്ളവർക്ക് ഒരു കോരി ചോറും ബാക്കി ഒരു 1/4 ഭാഗം ചോറും 3/4 ഭാഗം സാലഡും കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഷുഗർ ഉള്ളവർക്കും അതുപോലെ തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ കഴിച്ചാൽ വയറും നിറയും, എന്താ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാകും ചെയ്യും. നമ്മൾ മലയാളികൾക്ക് ചോറ് പറഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ ചോറ് കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല, അളവ് കുറച്ചാൽ മതി തടി കുറക്കണം എന്നുള്ളവർക്ക്. അപ്പം ഈ രീതിയിലൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.